അല്ലമ്മേ, അമ്മ ബ്യൂട്ടി പാർലറിൽ പോയോ? പുരികം റെഡി ചെയ്യാൻ വേണ്ടിട്ട്. ആ, ശ്രീമോള് നിർബന്ധിച്ചിട്ട് പോയതാടി ഞാന്. എനിക്കാണെങ്കിൽ എന്തോ പോലെയായിരുന്നു, ഭയങ്കര ഒരു മടിയായിരുന്നേ. പിന്നെ മോള് വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതാ. ഇനി എല്ലാ മാസം പോണെന്നാ അവള് പറഞ്ഞേ, പുരികം എടുക്കാൻ വേണ്ടിട്ടേ. എന്നാലും നല്ല വൃത്തിയായിട്ടിരിക്കണോന്ന്. ഉഫ്, എന്റെ അമ്മയ്ക്ക് നാണമില്ലേ ഈ കൊച്ചു പിള്ളേരെ പോലെ പാർലറിലൊക്കെ പോകാൻ വേണ്ടിട്ട്? ഷേ, ആരാ പറഞ്ഞേ? അവിടെ എന്നെ കഴിഞ്ഞും പ്രായമുള്ളവരായിരുന്നല്ലോ കൂടുതല്. അയ്യോ, അവരൊക്കെ വലിയ വലിയ ജോലിക്കാരും ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയവരും വലിയ വലിയ ആൾക്കാരും ഒക്കെയാ. അല്ലാണ്ട് അമ്മേനെ പോലെ കഞ്ഞിയും കറിയും വെച്ച് കരിക്കലോ കഴുകി വീട്ടിലിരിക്കുന്നവരല്ല. ശരി, ആയിക്കോട്ടെ. നീ എന്താ കുഞ്ഞിനെ കൂട്ടാതെ വന്നേ? ആ, കൊച്ചിനെ കൂട്ടിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് പോവും. ഒന്ന് ഓടി വന്നതാ. അല്ല, ഇവിടെ എന്താ കഴിക്കാനുള്ളത്? രാവിലെ പുട്ടുണ്ടാക്കി പഴവും കൂട്ടി തിന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറുണ്ടാക്കണ്ട, അവൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. ഇന്ന് ശ്രീമോൾ ഉച്ചയ്ക്ക് വരുവേ, അതുകൊണ്ടാ കറിയൊന്നും ആക്കാതിരുന്നേ. സുഖ ജീവിതമാണല്ലേ. നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ ശ്രീമോളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും, അല്ലെങ്കിൽ എന്നെയും കൂട്ടി പുറത്തൊക്കെ പോവാ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. നല്ല സ്നേഹമാ. ഓ, അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ തീറ്റയും കൂടിയും പുറത്തുനിന്നാണ്. ഉം അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്തതേ അമ്മയുടെ ഭാഗ്യം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയേനെ അമ്മയ്ക്ക്. നിന്റെ അച്ഛന്റെ അടിയും ചതയും തൊഴിയും കൊണ്ട് ചതഞ്ഞു പോയ ശരീരം തന്നെയാ എന്റെ ശരീരം. എന്തിനാ അടി കൊള്ളുന്നേന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിച്ച എന്റെ ജീവിതത്തിൽ 25 കൊല്ലങ്ങൾ, ആ മനുഷ്യന്റെ കൂടെയുള്ള ജീവിതം. അച്ഛൻ ഇത്തിരി ദേഷ്യം കൂടുതലാ. പിന്നെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മതി. എന്നും പറഞ്ഞ് ഇനിയിപ്പം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ മാസം മാസം ബ്യൂട്ടി പാർലറിലേക്ക് മരുമോളിലൂടെ പോകാനൊന്നും നിൽക്കണ്ട, കേട്ടാ പറഞ്ഞത്? ആരെ കാണിക്കാനാ? ഏ, ചിലപ്പോ ഞാൻ അമ്മേനെ കെട്ടിച്ചെന്നും വരും. എന്താ? എന്താ? അമ്മേനെ നല്ലൊരാളെ കണ്ടുപിടിച്ചിട്ടേ ഞാനും നിന്റെ ആങ്ങളെയും കൂടെ ചിലപ്പോ അമ്മേനെ കല്യാണം കഴിപ്പിച്ച് വിട്ടുന്ന് വരുമെന്ന്. പിന്നെ അമ്മേനെ ഇങ്ങനെ കൊണ്ടു നടന്നേ വേഷം കെട്ടിക്കണ്ട. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഓ, പാർലറിൽ കൊണ്ടുപോകാഞ്ഞിട്ട് ഇനി ഈ പ്രായത്തില് എന്ത് വേഷം കെട്ട്? ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഒരു പുരുകം ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തതാണോ ഇത്ര വലിയ വേഷം കെട്ടായിട്ട് നിനക്ക് തോന്നുന്നത്? ഏ, ആണോടി? ഉം അടുത്ത മാസമേ എന്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, ഷീലാന്റിയുടെ മോളുടെ കല്യാണം. അപ്പൊ ഞാൻ അമ്മേനെ കൊണ്ടുപോകണമെന്നാ വിചാരിക്കുന്നത്. ഒരു ഗോൾഡൻ ഫേഷ്യൽ കൊണ്ടുപോയി ചെയ്യിക്കണം. ആഹാ, അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ? പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ. നീയേ ആ വീട്ടിലെ കാര്യം നോക്കിയാ മതി. ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയണ്ട, കേട്ടോ? അതെ, ഇത് എന്റെ അമ്മയും കൂടിയാ, കേട്ടോ? എന്റെ മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കു കൂടാതെ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിനക്ക് എന്നാ വേണ്ട? ഞാൻ വീട്ടിലിരിക്കണം, പുറത്തിറങ്ങരുത്, അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. അമ്മ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. അമ്മ ഇതങ്ങ് കൊണ്ടുവച്ച്. മക്കളെ, നിങ്ങൾ വഴക്ക്. അമ്മ അതെടുത്ത് പാത്രത്തിൽ വെക്ക്. നിന്റെ അമ്മ അനുഭവിച്ചതൊക്കെ നിന്റെ ആങ്ങള, അതായത് എന്റെ ഭർത്താവ് പറഞ്ഞ കേട്ടറിവേ എനിക്കുള്ളൂ. പക്ഷെ നീ അമ്മയുടെ സ്വന്തം മോളല്ലേ. അമ്മ അനുഭവിച്ച അടിയും ചതയും എല്ലാം കണ്ടും കേട്ടും അല്ലേ നീ വളർന്നത്. എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ഒരു പിടി ചോറ് മനസമാധാനത്തോടെ അമ്മേനെ കഴിക്കാൻ നിന്റെ അച്ഛൻ അനുവദിച്ചിട്ടുണ്ടോ? ഉപ്പുകല്ല് വാരിയിട്ട് ചോറ് തീറ്റിക്കലും മണ്ണ് വാരിയിട്ട് ചോറ് തീറ്റിക്കലും ആ പാവ എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. ഏഹ് ഓഹ്, നല്ലൊരു തുണിയില്ല അമ്മയ്ക്ക്. ഞാൻ വരുമ്പോ അമ്മയുടെ കോല ഏതാണ്ട് 10-80 വയസ്സായ ഒരു സ്ത്രീയുടെ കോലമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്? നിന്റെ അമ്മയാന്ന് പറയോ നിന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ? ഈ വീടിന്റെ പുറം ലോകം നിന്റെ അമ്മ കണ്ടിട്ടുണ്ടോ? നല്ലൊരു തുണി കൊടുത്തിട്ടുണ്ടോ നിന്റെ അമ്മ, നരച്ചതും തുന്നി കൂട്ടിയതും അല്ലാതെ? എന്റെ അച്ഛൻ ഇത്തിരി ദേഷ്യം കൂടുതലായിരുന്നു. അതിപ്പം ബോധത്തോടെ ചെയ്യുന്നൊന്നുമല്ല, കുടിച്ച് ബോധമില്ലാണ്ട് ചെയ്യുന്നതാ. പണ്ടത്തെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ തല്ലുമായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട്. അതൊക്കെ അന്നത്തെ കാലത്തെ സാധാരണയായിരുന്നു. എന്ന് പറഞ്ഞാലും എന്റെ അച്ഛന്റെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു എല്ലാവരോടും. നിർത്തടി. ഉള്ളിൽ സ്നേഹമുള്ള ഒരാൾ പ്രവർത്തിക്കുന്ന പോലെയാണോ നിന്റെ അച്ഛൻ നിന്റെ അമ്മയോട് പെരുമാറിയിട്ടുള്ളത്? അത് ഭയങ്കര അതിശയായി പോയല്ലോ. മൂക്കുറ്റം കുടിയും കഴിഞ്ഞ് വന്ന് ഭാര്യനെ അച്ചാലും മുച്ചാലും ഇട്ട് അടിക്കുന്നതും പിന്നെ ഇമ്മാതിരി ദ്രോഹം ചെയ്യുന്നതും ഒക്കെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് തന്നെയാ, അല്ലേ? ഹും ഞാനേ അമ്മേനെ അമ്മായിയമ്മയായിട്ടല്ല കാണുന്നത്, എന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാ. അമ്മ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും എല്ലാം ഞാൻ അമ്മേനെ കൊടുത്ത് പൊന്നു പോലെ നോക്കും, കേട്ടോ? നീ നിന്റെ അച്ഛന്റെ സ്വഭാവം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് മൊത്തിയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിനക്കെന്നെ അറിയത്തില്ല, കേട്ടോടി? ഞാനതിനൊന്നും പറയുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ വാ, ബിരിയാണി കഴിക്കാം. എന്ത് ബിരിയാണിയാ? ചിക്കനാ? അല്ല, എന്തായാലും കുഴപ്പമില്ല. എന്നാലും അമ്മയുടെ മോളെന്തമ്മ ഇങ്ങനെ ആയിപ്പോയത്? സാധാരണ പെൺപിള്ളേർക്കാണ് അമ്മമാരുടെ വിഷമവും സങ്കടവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നത്.
ഇതുപോലത്തെ ഒരു മകളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവളെ അവളുടെ അച്ഛന് വലിയ കാര്യമായിരുന്നു. എന്നാലും പ്രസവിച്ച അമ്മയല്ലേ, സ്വന്തം മകൾക്കല്ലാതെ വേറെ ആർക്കാ അമ്മയുടെ മനസ്സ് മനസ്സിലാകുക. കുഞ്ഞുനാൾ മുതലേ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, പിന്നെ അച്ഛന്റെ ഒരു പ്രത്യേക പരിഗണനയുണ്ടല്ലോ അവക്ക്. അമ്മേനെ തല്ലുന്നൊന്നും അന്നും എന്റെ മോക്ക് വലിയ വിഷയമൊന്നും അല്ലായിരുന്നു. മോനായിരുന്നു സങ്കടം. അച്ഛന്റെ വീട്ടുകാരുടെ തന്നിപ്പകർപ്പാ അവള്. സാരമില്ല. അവിടെ ഇപ്രാവശ്യം മാങ്ങയില്ലേ നാത്തൂനെ? മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ തവണ എന്തോരം മാങ്ങയാണ് വെറുതെ ചീഞ്ഞും കേടായും ഒക്കെ പോയത്. നമുക്കെന്തിനാ അത്രയും മാങ്ങ? അതുകൊണ്ട് ഈ പ്രാവശ്യം പാട്ടത്തിന് കൊടുത്തു. 3 മാവ് കൊടുത്തു. നല്ല പൈസയും കിട്ടി കേട്ടോ. ആ, ഇപ്പം മാങ്ങയൊക്കെ നല്ല പഴുക്കുന്ന സമയല്ലേ. ഞങ്ങളാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുക ചെയ്യുന്നേ. നല്ല വിലയാ. പിന്നെ കഴിക്കാനുള്ള കൊതിയും കൊണ്ടിട്ട് അവൻ വാങ്ങിക്കൊണ്ട് വരും. ഉം അല്ല, ഈ വാഴക്കൊലയൊക്കെ വിൽക്കുവാണോ? ഇല്ല, അങ്ങനെ വിൽക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ. ഏതായാലും നാത്തും വന്നത് നന്നായി. കൊല പഴുത്ത് തിരിപ്പുണ്ടേ. ഏത്തപ്പഴവാ, തന്നു വിടാൻ ഞാൻ ഏതായാലും. അവന് വേണമെങ്കിൽ അങ്ങോട്ടും കൂടെ വരാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാ. നാത്തും വൈകുന്നേരം പോകുന്നെങ്കിൽ ഞാൻ അവനെ കൂട്ടിയിട്ട് തന്നു വിടായിരുന്നു. ആ, അവിടെ പിള്ളേർക്കൊക്കെ ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. ബാക്കി പഴങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, ഏത്തപ്പഴം വലിയ ഇഷ്ടമാ. അതിപ്പം സ്കൂളും കഴിഞ്ഞ് വരുമ്പോ അത് എങ്ങനെ ആക്കി കൊടുത്താലും കഴിച്ചോളും. അവനും ഭയങ്കര ഇഷ്ടം, അവക്കും അതെ. നല്ല പഴമാ കേട്ടോ, നല്ല മധുരമുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. വണ്ടിയൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും. ആ, പിന്നെ ഞാൻ തറവാട്ടിലോട്ട് കൊടുത്തു വിടാറുണ്ട്. എല്ലാ മാസവും തന്നെ കൊടുത്തു വിടും അവന്റെ കയ്യിലേ. അവൻ കൊണ്ട് കൊടുത്തിട്ട് വരും. ആ, ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ അമ്മ എനിക്കും തന്നായിരുന്നു കുറച്ച്. ഇവിടുന്ന് നിന്റെ മോൻ കൊണ്ട കൊടുത്തതാന്ന് പറഞ്ഞു. നീ പിന്നെ അങ്ങോട്ടൊന്നും പോകൂലല്ലോ. ഭർത്താവ് മരിച്ചെന്ന് വിചാരിച്ച് ഭർത്താവിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്യാം. ഇതിപ്പോ നീ പിന്നെ മകനെ മാത്രം പറഞ്ഞുകൊണ്ട കാര്യമൊന്നുമില്ല. എന്റെ നാത്തൂനെ, പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അമ്മേനെ കാണണമെന്നില്ലാഞ്ഞിട്ടോ അല്ല. ഞാൻ ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടാവൂല. എന്തിനാ വന്നേന്ന് ചോദിച്ചു വഴക്ക് പറയും. ഞാൻ കാരണം അമ്മയുടെ മകൻ മരിച്ചെന്നാ അമ്മ പറയുന്നത്. അത് കേൾക്കുമ്പോ അങ്ങ് ചങ്ക് തകർന്നു പോകും. അതുകൊണ്ടാ പോകാത്തത്. അത് പിന്നെ അമ്മയ്ക്ക് വിഷമം ഉണ്ടായില്ല. അമ്മയുടെ വിഷമം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ജീവിച്ചിരിക്കുമ്പോ മകൻ മരിച്ചു പോയത്. അതിപ്പോ ഒരമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ആ സങ്കടത്തിൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും. അതിപ്പോ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണം. ഇതിപ്പോ എന്റെ ആങ്ങളെ മരിച്ചു പോയില്ലേ, എന്നിട്ടിപ്പോ ഞാനിങ്ങോട്ട് വന്നില്ലേ. അല്ല, പിന്നെ ചുരിദാറൊക്കെ ഇട്ട് ടൗണിൽ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഗീത ടൗണിൽ പോയപ്പോ നിന്നെ കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പരിഷ്കാരമൊക്കെ തുടങ്ങിയെന്ന് തോന്നല്ലോ. ചുരിദാർ 5-6 ശ്രീകുട്ടി വാങ്ങി തന്നതാ. പിന്നെ ഇനി മേലെ സാരി ഉടുക്കണ്ട, ചുരിദാർ ഇട്ടാ മതി എന്നാ പറയുന്നത്. എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു, ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ നിറമുള്ള സാരി ഒന്നും ഇല്ല കേട്ടോ. ഒക്കെ പോയി. എല്ലാം നരച്ചതും കളറ് കുറഞ്ഞതും ഒക്കെയാ. എത്ര വർഷങ്ങൾ മുമ്പാ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പം മോളുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടേ. അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് മോളൊരു സാരി വാങ്ങി തന്നിട്ടുണ്ട്. 15,000 രൂപ വിലയായി. അയ്യോ, കാണണം, നല്ല സാരിയാ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, 15,000 രൂപയുടെ സാരിയോ? 1 ഗ്രാം വെച്ച് സ്വർണം മേടിക്കേണ്ട കാശേ. ഓ, ഇതൊക്കെ ആർഭാടവും ദൂർത്തും എന്നല്ലാതെ ഇതിനൊക്കെ വേറെ എന്ത് പേരിട്ടാ പറയേണ്ടത്? എന്റെ ദൈവമേ. ഓ, ഒരു വല്ലാത്തൊരു സാരിയാണല്ലോ. ഓ, നമ്മളൊന്നും ഇന്ന് വരെ പിന്നെ അത്ര വലിയ സാരി കണ്ടിട്ടും കൂടിയില്ല. ഹും, ഇതിപ്പോ വീട് പണിയുന്നുണ്ടല്ലോ. എന്തൊരു വലിയ വീടാ പണിത് കൂട്ടുന്നത്. അയ്യോ, ഒരു ഇത്രയും പേർക്ക് കഴിയാൻ വേണ്ടി ഇത്രയും വലിയ വീട് വേണോ? പൈസയും ശമ്പളം ഉണ്ടെന്ന് കരുതിയിട്ട് ഇതൊക്കെ ഒരു ആർഭാടം തന്നെ. എന്റെ നാത്തൂനെ, അതൊക്കെ കുട്ടികളുടെ ഓരോ ഇഷ്ടമല്ലേ. അവരുടെ പ്ലാനിനനുസരിച്ചാ വീടൊക്കെ വെക്കുന്നത്. അല്ല, നിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞില്ലേ? പിള്ളേരൊന്നും ഇല്ലേ? വീട് പണിത് പിന്നെ കേറി കൂടിയിട്ട് മതി പിള്ളേരെന്നും പറഞ്ഞിട്ടാ രണ്ടുപേരും ഇരിക്കുന്നത്. ആദ്യം വീട് പണിയണം, എന്നിട്ട് മതി പിള്ളേരെന്ന്. ഇനിയിപ്പം 6 മാസം കൂടി ഉള്ളൂ, അതിനുള്ളിൽ കേറി കൂടണം എന്നാ പിള്ളേര് പറയുന്നേ. ആ, എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേര് വേണമെന്ന് തോന്നുമ്പോ ദൈവത്തിന് തോന്നും തരണ്ടാന്ന്. അത് പറയാൻ മറന്നുപോയി. 2.5 മാസം ഗർഭിണിയാ മോള്. നമ്മുടെ പ്ലാനല്ലോ, ദൈവത്തിന്റെ പ്ലാന്. ഓ, വന്നോ? അമ്മായിയമ്മേനെ ഭയങ്കര ഫാഷൻകാരിയാക്കാൻ തീരുമാനിച്ചെന്ന് കേട്ടല്ലോ. ഏ, മനസ്സിലായില്ല. അല്ല, ഈ ചുരിദാർ മതിയെന്ന്, ഇനി സാരി ഒന്നും ഉടുക്കണ്ടെന്ന് മോള് പറഞ്ഞെന്ന്, മരുമോള് പറഞ്ഞെന്ന് അമ്മായിയമ്മ പറഞ്ഞു ഞാൻ വന്നപ്പോ. ഓ, ഈ വയറും പുറവും കാണിച്ച് സാരി ഉടുക്കുന്നതിലും നല്ലത് ചുരിദാറല്ലേ. സാരി അല്ലാതെ ഉടുക്കാം. ഇതൊന്നും കാണിക്കാതെ സാരി ഉടുക്കുന്നവരുണ്ട്. ഓ, ആയിക്കോട്ടെ. ചുരിദാറാവുമ്പോൾ പെട്ടെന്ന് ഇടാലോ. വെറുതെ സാരി ഉടുത്ത് ടൈം വെറുതെ കളയണ്ടല്ലോ. അമ്മയ്ക്കും അതാ കംഫർട്ട്. ഞങ്ങൾക്കും അമ്മ ചുരിദാർ ഇടുന്ന ഇഷ്ടം. ഉം. എന്റെ ആങ്ങളേന്റെ സ്വഭാവം മോക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. എന്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിലേ കാണായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയേനെ. എന്താ? ജയിലിൽ കിടന്നേനെ ആങ്ങള. അഹങ്കാരി. അല്ല, ഇതെന്താ അമ്മേ ചാക്കില്? ആ, ഇതുണ്ടല്ലോ മോളെ,
ഏത്തപ്പഴവാ, നമുക്കിവിടെ ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് നാത്തൂന് കൊടുത്തു വിടാന്ന് വിചാരിച്ചു. തറവാട്ടിലും കൊടുക്കും, ഇവിടുത്തെ ആവശ്യത്തിന് കൊടുക്കും, പിന്നെ അയലോക്കത്തെ വീട്ടിലും കൊടുക്കും. അല്ലാണ്ട് പുറത്ത് വിൽക്കുന്നൊന്നുമില്ല. ഓ, ഇങ്ങോട്ട് എന്താ കൊണ്ടുവന്നേ? അവിടെ കുറെ മാങ്ങയോ തേങ്ങയോ ചക്കയോ എന്തൊക്കെയോ ഇല്ലേ? കൊണ്ടുവന്നോ വല്ലതും? ആ, മാങ്ങയൊക്കെ ഇപ്രാവശ്യം ഇവര് മാവ് പാട്ടത്തിന് കൊടുത്തു മോളെ. ആ, എങ്കി പിന്നെ പഴം ഞങ്ങൾ കൊണ്ട കൊടുത്തോളാം വൈകുന്നേരം. ആ, നിങ്ങൾ കൊണ്ട കൊടുക്കുവോ? ആ, എന്നാ കുറച്ച് പച്ച കൂടി ഉണ്ട്, തോരൻ വെക്കുകയൊക്കെ ചെയ്യാലോ. അപ്പൊ പിന്നെ അവര് കൊണ്ടത്തരും. ആ, കൊണ്ട കൊടുത്തിട്ടേ അവിടെ ഉള്ളതൊക്കെ ഇങ്ങോട്ടും കൊണ്ടുപോരാലോ. മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങോട്ടും കൊണ്ടുവരാം. പിന്നെ നമുക്ക് തേങ്ങയ്ക്കൊക്കെ ക്ഷാമമല്ലേ അമ്മേ, കുറച്ച് തേങ്ങയും കൊണ്ടുവരാം. അല്ലേ അപ്പച്ചി? ആ, അതെ അതെ അതെ. പിന്നെ വരുന്ന വഴിക്ക് തറവാട്ടിലും ഒന്ന് കയറണം. ഈ ഉണ്ണിയേട്ടനെ ഓരോ പ്രാവശ്യം കൊണ്ടുപോകുന്ന ചാക്കൊക്കെ ഇല്ലേ, അവിടെ തന്നെ വെച്ചിട്ട് വരും, ഒന്നും കൊണ്ടുവരൂല. അതൊക്കെ എടുക്കുകയും ചെയ്യാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യാലോ. എനിക്ക് അങ്ങനെ അമ്മേനെ പോലെ ചമ്മലൊന്നുമില്ല. ചായ എടുക്കാം മോളെ. ഉം. ആങ്ങളെ ആ പാവത്തിനെ തല്ലി ചതിക്കുമ്പോളേ കുറെ നോക്കി നിന്നതല്ലേ പെങ്ങള്. ഉം. എനിക്കെല്ലാം അറിയാം. ഇപ്പൊ നല്ല കുശുമ്പുണ്ടല്ലേ അമ്മയുടെ അടുത്ത്? ഉയ്യോ. അപ്പൊ ഞങ്ങള് പുതിയ വീട്ടിലോട്ടൊക്കെ മാറി അമ്മേനെ നല്ല രാജകുമാരിനെ പോലെ നോക്കുന്നത് കാണുമ്പോ എന്തായിരിക്കും അപ്പച്ചിയുടെ അവസ്ഥ? ഉം. അതിനിപ്പോ എനിക്കെന്താ, എനിക്ക് സന്തോഷമുള്ളൂ. പാവം, കൊറേ അനുഭവിച്ചതല്ലേ. ഇനിയിപ്പം മക്കളും മരുമക്കളും ഒക്കെ വേണ്ടേ നോക്കാൻ വേണ്ടിയിട്ട്. അതൊരു പാവം, ആരോടും ഒരു ദേഷ്യവും ഇല്ല, ഒരു പരിഭവവും ഇല്ല. പിന്നെ നിങ്ങളുടെ അമ്മയുടെ വായിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ടേ ഞങ്ങളുടെ അമ്മേനെ അങ്ങോട്ട് വിടാനിപ്പം മനസ്സില്ല. എന്റെ കൂടെ കൊണ്ടുപോകും. എന്റെ മുന്നിൽ വെച്ച് വല്ലതും പറയട്ടെ നിങ്ങളുടെ അമ്മ. ഉം.